പാടുകയും കഥ പറയുകയും കവിത ചൊല്ലുകയും വിവിധ കളികളിൽ ഏർപ്പെടുകയും കുട്ടിയുടെ ശാരീരികമായ വികാസവും ചാലക വികാസവും ബിഫോർ ബലൂണുമാണ് അല്ലെ. കുട്ടി അത് വീട്ടിൽ വന്ന് പറയണം എന്ന് രക്ഷിതാവിന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ രക്ഷിതാവിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, എത്ര സങ്കേതങ്ങൾ പരിചയപ്പെട്ടു? എത്ര സങ്കേതങ്ങൾ? ഒരു സങ്കേതം മാത്രമാണ്. എത്ര സങ്കേതങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു? ചോക്ക് ഉപയോഗിച്ച് വരച്ചിട്ടുണ്ട്, ക്രയോൺ ഉപയോഗിച്ച് നമ്മൾ വരച്ചിട്ടുണ്ട്, പ്രകൃതിയിൽ നിന്നുള്ളത്.
ഒരാളെ കാണാൻ പറ്റും. അതാരാ? വലിയ താലം, താലത്തിനൊരു പേരുണ്ട്, പേര് ചൊല്ലിയ നമ്മൾ ചിരിക്കും. അമ്പിളിയമ്മാവൻ, നല്ലൊരു അമ്പിളിയമ്മാവൻ. ലാലലലലലലലലാല, ലാലലലലലലലാല. ഓരോന്നായിട്ട് വേഗം വേഗം എന്നാൽ വേഗം പോവാം. നിങ്ങൾ എത്തിച്ചേർന്നത് ഏറ്റവും ചെറിയ നിറയണ മഴ 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 പെയ്യണ പുഴ 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 നിറയണ മഴ മഴയത്ത് നനനയണ കുടയില്ലാത്ത കുട്ടിയോള് മഴ 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 പുഴ 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 കുളിക്കുമോനെ
നമസ്കാരം. എല്ലാവരും പോവാനുള്ള തത്രപ്പാടിലാണ്. എന്നാലും പറയട്ടെ, ഇന്നത്തെ ഒരു 4-5 മണിക്കൂർ നല്ല രസകരമായിട്ട് ക്ലാസ്സിൽ നമ്മൾ ചെന്നാൽ കുട്ടികളെ എന്തൊക്കെ ചെയ്യിക്കണം എന്നുള്ള ഒരു ഐഡിയ അല്ലേ, നല്ല ഐഡിയകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും സന്തോഷം 3000 രൂപ അതിന് കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ആ ഇടം നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ രക്ഷിതാക്കളെ കൂട്ടിക്കൊണ്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, ആദ്യം ബോധവൽക്കരണത്തിന് എച്ച്എംമാർക്ക് ഇവിടുന്ന് കൊടുക്കാനുള്ളൊരു കാര്യം പറയണം. ഈ പരീക്ഷ അടുത്ത സമയത്ത് നമ്മൾ ഇതേറ്റ് നിന്നാൽ എന്തായാലും നമുക്ക് വഴക്ക് കേൾക്കുന്ന ഉറപ്പാണ് അല്ലേ. അല്ലാന്നുള്ളവരിപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. ഞാൻ മാത്രം ഒറ്റപ്പെട്ടതാണോ എന്ന് അറിയാനാണ്. അല്ല, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ടുണ്ട്. നല്ലൊരു മൊഡ്യൂളായിരുന്നു. കുട്ടികളെ എങ്ങനെയൊക്കെ നമ്മൾ ആ മഞ്ഞൊരുക്കൽ പ്രവർത്തനത്തിലൂടെ വന്ന് പിന്നെ കണക്ട് ചെയ്ത് ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തി. പല രീതികളിലും പിന്നെ ക്രിയേറ്റീവായിട്ട് എങ്ങനെയൊക്കെ ഒരു തീം, ആകാശം എന്നുള്ള തീമുമായി ബന്ധപ്പെട്ട് ചെയ്ത് നമ്മൾ കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കാം. പിന്നെ ഒരു പാട്ട് തന്നെ പല താളത്തിൽ പാടി എങ്ങനെയൊക്കെ കുട്ടികളിലേക്ക് ക്ലാസ് റൂമിൽ എത്തിക്കാം എന്ന ഒരു രൂപത്തിലാണ് നമ്മൾ പോയത്. ഇപ്പോൾ നമ്മൾ ഓണറേറിയം വാങ്ങുന്നവർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇപ്പം എൻ്റെ സ്കൂളിലൊക്കെ ഞാൻ മാത്രമാണ് ഓണറേറിയം വാങ്ങുന്നത്. ബാക്കി 5 പേര് അവിടെ ഉണ്ട്. അവരെയും കൂടി ഇത് പങ്കെടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ എച്ച്എമ്മിനെ മാത്രമല്ല, അവിടെ LP-യിലുള്ള അധ്യാപകരെ കൂടി ഇത് ഉൾപ്പെടുത്തിയിട്ട് ഒരു ദിവസം നന്നായിട്ട് ഇത് നടത്തുന്ന രൂപത്തിലേക്ക് മാറ്റണം. അതിന് BRC തലത്തിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ അത് നടത്തണം എന്നുള്ള പ്രഷർ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് അവിടുത്തെ അധ്യാപകർക്കാണ്. എന്നെങ്കിലും നമുക്ക് നന്നായിട്ട് നടത്താൻ പറ്റുള്ളൂ. പിന്നെ ക്ലാസ്സിൽ വന്ന നിഖിൽ സാറിനും ജിഷ ടീച്ചർക്കും ക്ലാസ് വരെ നന്നായിട്ട് ആക്റ്റീവായിട്ട് എടുത്ത് തന്നതിന് വളരെയധികം നന്ദി പറയുന്നു. നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. പിന്നെ സാറായാലും ടീച്ചറായാലും ഇവിടെയുള്ള അധ്യാപകരായാലും എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് കിട്ടിയ ഈ ഒരു ട്രെയിനിങ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഈ മാർച്ച് 1-ാം തീയതി വന്നാൽ സ്കൂൾ അടക്കുകയാണ്. SSLC പരീക്ഷ മാർച്ച് 4-ാം തീയതി നടക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ ടീമൊക്കെ തീർക്കണം, ഓടി പണി തീർക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കലാമേള വന്നു. കായികമേളയ്ക്കുള്ള പിന്നെ ട്രെയിനിങ് പ്രാക്ടീസ് കുറേ ദിവസം രാവിലെ അത് ചെയ്തിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പഠനോത്സവം കഴിഞ്ഞു. അതിൻ്റെയൊക്കെ തിരക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 2 ദിവസമായിട്ടേ ഉള്ളൂ ക്ലാസ്സിൽ പാഠങ്ങൾ തീർക്കാൻ തുടങ്ങിയത്. ആ സമയത്താണ് കുട്ടികളെ അടക്കിയിരുത്താനും പറ്റുന്നില്ല. കുട്ടികൾ ഇതുവരെ ഡാൻസ് പാട്ടെന്ന് പറഞ്ഞിട്ട് നടത്തിയില്ല. ഇനിയിപ്പോൾ ഈ ഒരു 4-5 ദിവസം കൊണ്ട് വേണം ഈ ടീമൊക്കെ തീർക്കാൻ. അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് രക്ഷിതാക്കൾക്ക് ക്ലാസ് കൊടുക്കണമെന്ന് പറഞ്ഞു, ഒരു ക്ലാസ്സിൽ നടത്തണമെന്ന് പറഞ്ഞു. എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ മാർച്ചിൽ എത്രയോ വളരെ വിരലിലുണ്ടാവും